Good afternoon. Good afternoon. ഇവിടെ ആരോ ഞാൻ ക്ലാസ്സിൽ കയറുന്നതിന് മുന്നേ ഇത് ചാപ്റ്റർ ആണോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മെസ്സേജ് ഒന്നും തിരിച്ച് ഞാൻ കണ്ടില്ല. ഇതാണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആട്ടോ. 4th മൊഡ്യൂളിലെ 7ാമത്തെ ചാപ്റ്റർ ചോദിച്ച ആള്. 4th മൊഡ്യൂളിലെ 7ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ആരോ ചോദിക്കണ്ടായിരുന്നു ഏത് മൊഡ്യൂളാണ് എടുക്കണേന്നുള്ളത് കേട്ടോ. 4th മൊഡ്യൂളിലെ ചാപ്റ്റർ 7, 7ാമത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മള് ഏതാണ് ഫോർമുലാസ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? എത്ര എണ്ണം പറഞ്ഞായിരുന്നു ഇന്നലെ? 5th 1, 5ാമത്തെ കംപ്ലീറ്റ് ആക്കിയായിരുന്നോ? 4th അല്ലെ? 4th കംപ്ലീറ്റ് ആക്കി 5th ആണ് നമുക്ക് ഇനി പറയേണ്ടത്. ഓക്കെ, അപ്പൊ അതിലേതൊക്കെയാണ് 1ഉം 4ഉം നോട്ട് ചെയ്തിടാൻ പറഞ്ഞായിരുന്നു അല്ലെ? അത് രണ്ടും ടിക്കിട്ട് വെച്ചോ, അത് പഠിക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് 5ാമത്തെ ഫോർമുല നോക്കാം. പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് എറർ പ്രോൺ അബ്രിവേഷൻസ്. അബ്രിവേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ട് ഫോമുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ടെർമിനോളജിയിലെ ലാസ്റ്റ് സെക്ഷനിൽ പഠിച്ചില്ല അബ്രിവേറ്റഡ് ഫോംസ്. എത്രയും 300 ചില്ലാനൊക്കെ ഉണ്ട് അല്ലെ? അത്രയും അബ്രിവേഷൻസ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഈ അബ്രിവേഷൻസ് ചില മെഡിസിൻസ് മരുന്നുകളൊക്കെ എഴുതുമ്പോൾ നമുക്ക് അബ്രിവേറ്റഡ് ഫോം എഴുതുമ്പോൾ മെഡിസിൻസ് വ്യത്യാസം വരാം. അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അബ്രിവേറ്റഡ് ഫോം ഉണ്ട്. അല്ലാതെ നമുക്ക് തോന്നിയ രീതിക്ക് അല്ലെങ്കിൽ ആ മെഡിസിന്റെ നമ്മൾ ആ വേർഡില് സ്പെല്ലിങ്ങുകൾ വെച്ചിട്ട് നമുക്ക് തോന്നിയ രീതിയിൽ അബ്രിവേറ്റഡ് ഫോം എഴുതാൻ പാടില്ല. അത് കറക്റ്റ് ആയിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പൊ സ്റ്റാൻഡേർഡ് അല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് തോന്നിയ രീതിയിലുള്ള ഇങ്ങനെ അബ്രിവേഷൻ നമ്മളാക്കി എഴുതുവാണെങ്കിൽ നമുക്ക് എന്താ മെഡിസിൻസിൽ പിശക് വരാം. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ പാരസെറ്റമോൾ, അതിന് PCM എന്ന് അബ്രിവേറ്റഡ് ഫോം എഴുതി കഴിഞ്ഞാൽ ചിലപ്പോ എന്താ പറയാ, അത് നമുക്ക് ഇങ്ങനെ പാരസെറ്റമോൾ എന്നുള്ളത് നമുക്ക് എന്താ പറയാ ആ ഒരു അബ്രിവേറ്റഡ് ഫോമിൽ എഴുതുമ്പോൾ ചിലപ്പോൾ പിശകുകൾ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നോക്കിയേ, എറർ പ്രോൺ അബ്രിവേഷൻ ഷുഡ് ബി ഡിഫൈൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഗൈഡ്ലൈൻസ് സെറ്റ് ഡൗൺ ബൈ ഫോർ എ സേഫ് മെഡിക്കേഷൻ പ്രാക്ടീസ്. എന്താ പറഞ്ഞേക്കുന്നത്? എറർ പ്രോൺ അബ്രിവേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ അബ്രിവേഷൻസിൽ എററുകൾ വരാൻ സാധ്യതയുള്ളതാണ്. അതായത് നമുക്ക് എന്താ പറഞ്ഞേക്കണം, അബ്രിവേഷൻസ് എന്ന് വെച്ചാൽ ഒരു ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ സേഫ് മെഡിക്കേഷൻ പ്രാക്ടീസ്, സേഫ് ആയിട്ടുള്ള മരുന്നുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ അബ്രിവേറ്റഡ് ഫോംസ്. അപ്പൊ അങ്ങനെ അബ്രിവേഷനിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകള് നമുക്ക് എന്തിന്റെ കാരണമാകുന്നു? ഇങ്ങനെ അബ്രിവേഷൻസ് മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാക്കുന്നു. ഇവിടെ നോക്കി ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് എറർ പ്രോൺ അബ്രിവേഷൻസ്. അപ്പൊ അങ്ങനെ അബ്രിവേഷൻസിൽ പിശകുകളുള്ള അബ്രിവേഷൻസ് എഴുതിയ ചാർട്ടുകളുടെ എണ്ണം, മെഡിക്കേഷൻ ചാർട്ട് ആണ് കേട്ടോ. നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് എന്തുകൂടി ഉൾപ്പെടെയുള്ള എറർ പ്രോൺ അബ്രിവേഷൻസ്, പിശകുകൾ വരാൻ ചാൻസ് ഉള്ള അബ്രിവേറ്റഡ് ഫോംസ് കൊണ്ട് എററുകൾ വരാൻ സാധ്യതയുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ എണ്ണത്തെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് റിവ്യൂഡ്. അവിടെ റിവ്യൂ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവലോകനം ചെയ്തിട്ടുള്ള മൊത്തം മെഡിക്കേഷൻ ചാർട്ടുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഫോർമുലാസ് നോക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ പിശകുകൾ വരാൻ സാധ്യതയുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ എണ്ണത്തെ മൊത്തത്തിൽ അവിടെ റിവ്യൂ ചെയ്തിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇനി അടുത്ത് നോക്കി 6ാമത്തേതാണ് പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. എന്താണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് വെച്ചാൽ ചിലർക്ക് മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ പ്രതികൂലമായിട്ടുള്ള ആ മരുന്നിനോട് അലർജിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവർക്കിടെ പെർസെന്റേജ് ഇൻപേഷ്യൻസ് അവിടെ കിടത്തി ചികിത്സയില് ഇങ്ങനെ മരുന്നുകളോട് ഒരു പ്രതികൂലമായിട്ട് പ്രതികരണം ഉണ്ടാകാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ പെർസെന്റേജ് കാണുന്നത്. ഇപ്പൊ നമ്മളെല്ലാ മരുന്നുകളും കൊടുക്കുമ്പോൾ നമുക്ക് അതിന് എന്താ പറയാ അലർജിയോ അല്ലെങ്കിൽ അതിന് പ്രതികൂലമായിട്ടുള്ള ഒരു ഇത് ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു ക്വാളിറ്റി സർവീസ് അല്ല എന്ന് പറയാം അല്ലെ? അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള സർവീസ് അല്ല അവര് പ്രൊവൈഡ് ചെയ്യണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ശരിയല്ലേ? അങ്ങനെ അധികം ഇങ്ങനെ ഇത് വരാൻ പാടുണ്ടോ നമുക്ക്?
കൊടുക്കുന്ന മരുന്നുകൾക്കൊക്കെ അലർജി അല്ലെങ്കിൽ അതിനൊരു എന്താ പറയാ ഒരു അഡ്വേഴ്സ് എന്ന് വെച്ചാൽ എന്താ, പ്രതികൂലമായ, അനുകൂലമല്ല പ്രതികൂലമായിട്ടുള്ള മരുന്നുകളോട് ഒരു റിയാക്ഷൻ സംഭവിക്കുക. അതെവിടെ, ഇൻപേഷ്യൻസിന് അല്ലെ, അവിടെ കിടത്തി ചികിത്സയിൽ അവിടെ കൊടുക്കുന്ന ഇൻപേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നുകളില് ഒരു പ്രതികൂലമായിട്ടുള്ള പ്രതികരണം ഉണ്ടാക്കുന്നത്. അതിന്റെ പെർസെന്റേജ് നോക്കിയേ. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഈസ് എ റെസ്പോൺസ് ടു എ ഡ്രഗ്, ഒരു മരുന്നിനോടുള്ള ഒരു റെസ്പോൺസ് ആണ്. വിച്ച് ഈസ് ടോക്സിക്, അതെങ്ങനെയാ, വിഷകരമായിട്ടുള്ള അല്ലെ, ടോക്സിക് ആയിട്ടുള്ള, ആൻഡ് അൺഇന്റന്റഡ്, എന്താ ഉദ്ദേശിക്കാത്തത്. അൺഇന്റന്റഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കാത്ത, ടോക്സിക് ആണ്, നമ്മൾ പെട്ടെന്ന് എന്താ പറയുക ഉദ്ദേശിക്കാത്ത ഒരു കാര്യമാണ് അല്ലെ. ആൻഡ് വിച്ച് ഹാപ്പൻസ് അറ്റ് ഡോസസ് നോർമലി യൂസ്ഡ് ഇൻ മാൻ ഫോർ പ്രൊഫൈലാക്സിസ്. പ്രൊഫൈലാക്സിസ് എന്ന് പറഞ്ഞാൽ രോഗനിവാരണത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് കേട്ടോ പ്രൊഫൈലാക്സിസ്. പിന്നെ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്, ഓർ തെറാപ്പി ഓഫ് ഡിസീസ്, പല രോഗങ്ങൾക്കുള്ള തെറാപ്പി, ഇതിനൊക്കെ നമ്മള് അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഉദ്ദേശിക്കാത്തതുമായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ആ മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനോടുള്ള ഒരു റിയാക്ഷൻ ആണ്, റെസ്പോൺസ് ആണ്. ഓക്കെ, prophylaxis, diagnosis or therapy of disease for the modification of physiologic functions. ഫിസിയോളജിക് ഫങ്ഷൻ, ശാരീരിക പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തുന്നത്, നമ്മുടെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ, എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിനും നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു ഫിസിയോളജിക്കൽ ഫങ്ഷൻസിന് മാറ്റം വരുത്തുന്നതിനും, അല്ലെങ്കിൽ നമ്മൾ ഒരു ഡിസീസിന്റെ എന്തെങ്കിലും തെറാപ്പി ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ രോഗനിർണയത്തിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ രോഗനിവാരണത്തിന് വേണ്ടിയിട്ട്, അതാണ് പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത്. രോഗനിവാരണം, അതിന് അങ്ങനെ വേണ്ടി കഴിക്കുന്ന മരുന്നുകളിൽ എത്ര ശതമാനം ആളുകൾക്ക് അതിനോടൊരു അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. നോക്കിയേ, നമ്മുടെ ന്യൂമറേറ്റർ ശരിയല്ലേ, ക്വസ്റ്റ്യൻ തന്നെയല്ലേ. നമ്പർ ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഡിവൈഡഡ് ബൈ, എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, നമ്പർ ഓഫ് ഇൻപേഷ്യൻസ്, മൊത്തത്തില് അവിടെ എത്ര പേര് അഡ്മിറ്റഡ് ആണ്, ഇൻപേഷ്യൻസ് എത്രയുണ്ട്, ആ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ അവിടെ മൊത്തം ഇൻപേഷ്യൻസ് ആയിട്ടുള്ളവര്, അത് മരുന്നുകളോട് ഒരു പ്രതികരണം ഉണ്ടാക്കുന്ന ആളുകളുടെ എണ്ണത്തെ അവിടെ മൊത്തം അഡ്മിറ്റ് ആയിട്ടുള്ള, ഈ ഇൻപേഷ്യൻസ് ആയിട്ടുള്ള ആളുകളുടെ പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, ഇനി 7th one ഇത് പഠിക്കണം കേട്ടോ. 7ാമത്തെ ടിക്കറ്റ് വെച്ചോ. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രിതമല്ലാതെ മടങ്ങി വരുന്ന ആളുകളുടെ പെർസെന്റേജ്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സർജറി നമ്മൾ പ്ലാൻഡ് അല്ലേ, അല്ലെ, ഇന്ന ദിവസം ഇന്ന നമുക്ക് സർജറി ചെയ്യാം, നമ്മുടെ ഒരു ആസൂത്രിതമാണ്, പ്ലാൻഡ് ആണ്. എന്നാൽ ആസൂത്രിതമല്ലാതെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടങ്ങി വരുന്ന ആ ആളുകളുടെ പെർസെന്റേജ്. ഓക്കെ, അൺപ്ലാൻഡ് റിട്ടേൺ ടു ഓപ്പറേഷൻ തിയേറ്റർ ഓർ OT ഈസ് ഡിഫൈൻഡ് ആസ് എനി സെക്കൻഡറി പ്രൊസീജിയർ. ഇതെന്താ, ഒരു സെക്കൻഡറി പ്രൊസീജിയർ ആണ്, രണ്ടാമത് നടക്കുന്ന ഒരു പ്രൊസീജിയർ ആണ്. നീഡ് ഫോർ ദ കോംപ്ലിക്കേഷൻ ദാറ്റ് റിസൾട്ട്സ് ഡയറക്ട്ലി ഫ്രം ദ ഇൻഡെക്സ് ഓപ്പറേഷൻസ് ഡ്യൂറിംഗ് ദ സെയിം അഡ്മിഷൻ. ഫോർ എക്സാമ്പിൾ, പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിങ്. നമുക്ക് എന്താ പറയാ, നമുക്ക് എന്തെങ്കിലും ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാം അല്ലെ, ഓപ്പറേഷന് ശേഷം ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടാകാം. അപ്പൊ വീണ്ടും അവരെന്ത് ചെയ്യും, തിയേറ്ററിലേക്ക് വീണ്ടും കയറ്റും അല്ലെ. അപ്പൊ അതെന്താ പറയാ, നമ്മളിപ്പോ ഒരു പ്രാവശ്യം സർജറി ചെയ്ത് ഓക്കെ ആയി, നോർമൽ ആയി, പിന്നെ നമുക്ക് അങ്ങോട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടങ്ങി വരേണ്ടി വരില്ല അല്ലെ. ഇതിപ്പോ ഒരു എന്താ പറയാ, അത് പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ടല്ലേ വീണ്ടും വരേണ്ടി വരിക. പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിങ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് അതായത് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ബ്ലീഡിംഗ് ഒക്കെ വരികയാണെങ്കിൽ അതൊരു സെക്കൻഡറി പ്രൊസീജിയർ അല്ലേ, നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ. വീണ്ടും എന്ത് ചെയ്യാം, അവരെ ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വീണ്ടും കൊണ്ടുവരും. പിന്നെ ഡിബ്രിഡിമെന്റ്,
ഡിപ്രിഡിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറിവില്ലേ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡെഡ് ആയിട്ടുള്ള ചർമ്മോ അല്ലെങ്കിൽ ഫോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ നീക്കം ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും റിമൂവൽ ഓഫ് ഡെഡ് ഓർ ഇൻഫെക്റ്റഡ് സ്കിൻ ടിഷ്യൂ. അപ്പൊ വൂണ്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇതൊക്കെ റിമൂവ് ചെയ്യുന്നതാണ് ഡിപ്രിഡിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും വരുമ്പോ സെക്കൻഡറി സ്റ്യൂട്ടറിങ് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് ഇടൂലേ, രണ്ടാമത് സ്റ്റിച്ച് ഇടൂലേ. ചിലർക്ക് സർജറി ചെയ്തു അല്ലെ, എന്നിട്ട് വീണ്ടും ചിലപ്പോൾ സർജറി ചെയ്യുമ്പോൾ ആ സ്റ്റിച്ച് ചിലപ്പോൾ പഴുക്കാം അല്ലെ. നമ്മളിപ്പോ കുളിക്കുമ്പോൾ അവിടെ വെള്ളം കൂടുതൽ നനയോ അല്ലെങ്കിൽ എണ്ണമയോ എന്തെങ്കിലും ഒക്കെ ആവോ ഒക്കെ ചെയ്യുമ്പോൾ സ്റ്റിച്ച് പഴുക്കാൻ ചിലർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെ. സ്റ്റിച്ച് ഇട്ട് നോർമല് നമ്മുടെ ഇതുപോലെ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടോ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ അവിടെ എന്തെങ്കിലും ഇത് വരുവാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് പഴുക്കും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ വീണ്ടും ചിലർക്ക് എന്ത് ചെയ്യാം, വീണ്ടും ആ സ്റ്റിച്ച് ഒന്നോടെ ഇടും അല്ലെ. സ്റ്റിച്ച് ഒന്നോടെ ഇടും, അതായത് വീണ്ടും അവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വീണ്ടും കൊണ്ടുപോകേണ്ട വരും. എംബോലക്ടമി എന്ന് പറഞ്ഞാൽ ബ്ലഡ് രക്തക്കുഴലുകളില്ലേ, ബ്ലഡ് വെസൽസ്, അതിൽ നിന്ന് രക്തം കട്ട പിടിക്കുന്നത് നീക്കം ചെയ്യുന്ന ഒരു സർജറിയാണ്. രക്തക്കുഴലുകളിൽ നിന്ന് രക്തം കട്ട പിടിക്കുന്നത് നീക്കം ചെയ്യുന്ന ഒരു സർജറി. ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ, എന്താണെന്ന് ചോദിക്കൊന്നുമില്ല. രക്തക്കുഴലിൽ നിന്ന് രക്തമൊക്കെ കട്ട പിടിക്കുന്നത് നീക്കം ചെയ്യുന്ന ഒരു സർജറി, അത് എംബോലക്ടമി. ഇവാലുവേഷൻ അണ്ടർ അനസ്തേഷ്യ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്താ വീണ്ടും നമുക്ക് ആസൂത്രിതമല്ലാതെ ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമല്ലേ. അപ്പൊ വീണ്ടും എന്ത് ചെയ്യുന്നു, ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വീണ്ടും മടങ്ങി വരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ പെർസെന്റേജ്, അപ്പൊ അതായത് നമ്മളെല്ലാം ചെയ്യുന്ന സർജറി ഒക്കെ ചെയ്ത് വീണ്ടും സർജറി ചെയ്യാൻ അല്ലെങ്കിൽ സെക്കൻഡറി പ്രൊസീജിയർ പോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഴപ്പമല്ലേ അല്ലെ. നമ്മളത് പ്രോപ്പർ ആയിട്ട് ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് നല്ലൊരു കാര്യമാണ് അല്ലെ. അപ്പൊ അത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നോക്കി അതിന്റെ ഫോർമുല എങ്ങനെയാ, നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രിതമല്ലാതെ മടങ്ങി വരുന്നവരുടെ നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രിതമല്ലാതെ മടങ്ങി വരുന്നവരുടെ നമ്പർ ഡിവൈഡഡ് ബൈ, എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, നമ്പർ ഓഫ് പേഷ്യൻസ് who underwent surgeries in the operation theatre. ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയനായിട്ടുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ക്ലിയർ ആണോ നോക്കിയ ഫോർമുല? ക്ലിയർ ആണോ? അതായത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രിതമല്ലാതെ മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ എണ്ണത്തെ മൊത്തം നമുക്ക് അവിടെ സർജറിക്ക്, ഇപ്പൊ നമ്മുടെ സർജറിക്ക് വിധേയരായ എല്ലാവർക്കും ഇങ്ങനെ പറ്റണമെന്നില്ല അല്ലെ. അവിടെ മൊത്തത്തില് സർജറിക്ക് വിധേയരായ ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ക്ലിയർ ആണ് അല്ലെ. അതൊന്ന് ടിക്കിട്ട് വെച്ച് 7th 1 പഠിക്കണം. ഇനി പ്രത്യേകിച്ച് പഠിക്കണ്ട, എന്താ വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ട് അവിടെ ന്യൂമറേറ്റർ അത് തന്നെയാണ് കിടക്കുന്നത് അല്ലെ. നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ് ഹു അണ്ടർവെന്റ് സർജറീസ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ഇൻറ്റു 100. ഇനി 8ാമത് നോക്കിയേ, percentage of surgeries where the organization's procedure to prevent adverse event like a wrong site, wrong patient and wrong surgery have been adhered to. എന്താ പറഞ്ഞേക്കുന്നത്, percentage of surgery where the organization procedure to prevent the adverse event like, ഇപ്പൊ ചിലർക്കൊക്കെ തെറ്റായ സർജറി വരാം, കേട്ടിട്ടില്ലേ നമ്മള്. ഇപ്പൊ കൈക്ക് ചെയ്യേണ്ടടുത്ത് ചിലപ്പോ വേറെ ഏതെങ്കിലും ഭാഗത്ത് സർജറി ചെയ്യാം, വയറിന് ചെയ്യേണ്ടത് ചിലപ്പോ വേറെ ഏതെങ്കിലും ഭാഗത്ത് ചെയ്യാം. അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ടിവിയിലും ന്യൂസിലും ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. അതായത് ആ റോങ് സൈറ്റ്, തെറ്റായ സൈറ്റ് മൂലം റോങ് പേഷ്യന്റ്, ചിലപ്പോ ആളുകളെ മാറിപ്പോകാം അല്ലെ, ചിലപ്പോ പേഷ്യൻസിനെ നമുക്ക് മാറിപ്പോകാം.
അങ്ങനെ വരുന്നത് റോങ് സർജറി, തെറ്റായിട്ടുള്ള സർജറി മൂലം, അങ്ങനെയുള്ളത് പാലിക്കുന്നത് മൂലം ഒക്കെ ഉണ്ടാകുന്നതാണ് ഏതെന്ന് പറഞ്ഞത് ഈ നമുക്ക് ആ ഒരു അഡ്വേഴ്സ് ഇവന്റ്, നമുക്ക് ആ ഒരു സർജറിയിൽ ഉണ്ടാകുന്ന ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അതിന്റെ ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് സർജറീസ് വേർ ദ പ്രൊസീജിയർ വാസ് ഫോളോഡ്, ശരിയായ പ്രൊസീജിയർ അനുസരിച്ച് സർജറി പിന്തുടരുന്നതിന്റെ നമ്പർ, അങ്ങനെയുള്ള സർജറീസിന്റെ എണ്ണം ഉണ്ടോ. നമ്പർ ഓഫ് സർജറീസ് വേർ ദ പ്രൊസീജിയർ വാസ് ഫോളോഡ്, എല്ലാ പ്രൊസീജിയറും നോക്കി അല്ലെ, ശരിയായ ആളുകള് ശരിയായ കറക്റ്റ് ആയിട്ടുള്ള സർജറി അല്ലെ, അതായത് നമുക്ക് അങ്ങനെയൊന്നും പെശകുകൾ വരാത്തെ ശരിയായ നടപടിക്രമങ്ങള് പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നടത്തുന്ന സർജറികളുടെ എണ്ണത്തെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോം, അവിടെ മൊത്തം സർജറികള് അല്ലെ, അവിടെ പെർഫോം ചെയ്തിട്ടുള്ള മൊത്തം സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. കണ്ടോ, ഇവിടെ അതിനകത്ത് നമ്മുടെ ക്വസ്റ്റ്യനിൽ അതിനെ പ്രിവെന്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പെർസെന്റേജ് ഓഫ് സർജറി വേർ ദ ഓർഗനൈസേഷൻ പ്രൊസീജിയർ ടു പ്രിവെന്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, തടയുക. ഇങ്ങനെയുള്ള അഡ്വേഴ്സ് ഇവന്റ്സുകള് ഏതൊക്കെയാ, തെറ്റായ സൈറ്റ്, തെറ്റായിട്ടുള്ള പേഷ്യൻസ്, ആളുകൾ മാറിപ്പോയി സർജറി ചെയ്യുന്നത്, തെറ്റായിട്ടുള്ള സർജറി അല്ലെ, സർജറിയിൽ വരുന്ന മിസ്റ്റേക്ക്, ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളെ പ്രിവെന്റ് ചെയ്യുന്ന, തടയുന്നതിന്റെ പെർസെന്റേജ് കണ്ടോ. അപ്പൊ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അവിടെ ശരിയായ നടപടിക്രമങ്ങളിലൂടെ ചെയ്യുന്ന സർജറികളുടെ എണ്ണത്തെ എന്ത് ചെയ്യണം, അവിടെ മൊത്തത്തില് പെർഫോം ചെയ്ത സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, 9th one, percentage of transfusion reaction. നമ്മൾ ബ്ലഡ് ബാങ്കിൽ പഠിച്ചതാണ്. ബ്ലഡ് ഒക്കെ ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അല്ലെ, ഒത്തിരി നമ്മൾ ക്രോസ് മാച്ച് ചെയ്ത് കുറെ ടെസ്റ്റുകളൊക്കെ നടത്തിയതിനു ശേഷം മാത്രമാണ് ബ്ലഡ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഒരു ബ്ലഡ് ഗ്രൂപ്പുകൾ നോക്കണം, അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് RH ഫാക്ടേഴ്സ് നോക്കണം, എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അല്ലെ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടോ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് ക്രോസ് വാച്ച് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്ന ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ആ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ പെർസെന്റേജ് ആണ്. ഓക്കെ, ഇനി ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അഡ്വേഴ്സ്, അഡ്വേഴ്സ് A hostile reaction to the transfusion of blood or blood component should be considered as a transfusion reaction. എന്തെങ്കിലും എന്താണ് ഒരു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനി ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രതികൂലമായ അല്ലെങ്കിൽ വിരുദ്ധമായ അഡ്വേഴ്സ് ആയിട്ടുള്ള കാര്യം ടു ദ ട്രാൻസ്ഫ്യൂഷൻ ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണന്റ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം വി കൺസിഡർ, അതാണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മേ റേഞ്ച് ഫ്രം ദ മൈൽഡ്, അതിനെന്താ ഒരു ചെറിയ അലർജി മുതൽ ഒരു ചെറിയ, അപ്പൊ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ തെറ്റായിട്ടുള്ളത് ബ്ലഡുകൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ എന്താ ചെറിയ അലർജി മുതൽ എന്തുവരെ ടു ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻസ് അല്ലെ, നമ്മുടെ ജീവൻ അപകടത്തിലാകുന്നത് വരെയുള്ള മരണം വരെ സംഭവിക്കാം അല്ലെ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. such as ഏതൊക്കെയാ, ട്രാലി TRALI, അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതി വെച്ചോ കേട്ടോ, ട്രാലി TRALI. ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ്, R എന്ന് പറഞ്ഞ റിലേറ്റഡ്, then A എന്ന് പറഞ്ഞ acute, ACUTE, acute lung injury. Transfusion related acute lung injury, TRALI TRALI, transfusion related acute lung injury. And graft versus host disease. Okay, graft versus or host disease എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഈ നമ്മുടെ ഡോണറില്ലേ, ദാതാവിന്റെ രോഗപ്രതിരോധ കോശങ്ങള് ആ റെസിപ്പിയന്റിന്റെ കോശങ്ങളെ ആക്രമിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് കേട്ടോ ഗ്രാഫ്റ്റ് വേഴ്സസ് എന്ന് പറയുന്നത്. ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ്.
ഓക്കെ. ഇപ്പൊ ബോൺ മാരോ ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരുന്നോ അങ്ങനെയൊക്കെ കേട്ടോ. അതായത് നമ്മുടെ ഡോണറിന്റെ ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ കോശങ്ങള് നമ്മുടെ റെസിപ്പിയന്റിന്റെ രോഗപ്രതിരോധ കോശങ്ങളെ ആക്രമിക്കുമ്പോൾ വരുന്ന സംഭവമാണ് ഇത് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള എന്താണ് നമുക്ക് ചെറിയ അലർജി മുതൽ ജീവൻ അപകടത്തിലാകുന്നത് വരെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ പെർസെന്റേജ് കാണുന്നത് എങ്ങനെയാ? നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ എണ്ണം, എത്ര ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ സംഭവിച്ചു അല്ലെ, അതിനെ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ്, അവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ആ യൂണിറ്റ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള യൂണിറ്റുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ആ ഒരു പേജിൽ നിന്ന് നമുക്ക് എന്താണ് 2 എണ്ണം ഒരെണ്ണം 10ാമത്തെ പഠിക്കണം കേട്ടോ. ഇപ്പൊ 7th പറഞ്ഞു, അടുത്തത് 9th. ടിക്കിടുന്നില്ലേ നിങ്ങള്? 7ഉം 9ഉം പഠിക്കണം. ഡീറ്റെയിൽ ഒന്നും വേണ്ടല്ലോ. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്, അവിടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് നമ്മുടെ ന്യൂമറേറ്റർ എന്താ? നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ്, അവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള യൂണിറ്റ്സിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇനി അടുത്ത് നോക്കിയേ, സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ. മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? മരണനിരക്ക്. മോർട്ടാലിറ്റി റേഷ്യോ മരണനിരക്ക് ഫോർ ICU. ICUയിൽ സംഭവിക്കുന്ന മോർട്ടാലിറ്റി റേഷ്യോ. ഓക്കെ, the standardized mortality ratio is the ratio of the perceived or actual mortality and the anticipated mortality for the specific time period. എന്താ പറയാ? anticipated എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന. ഇപ്പൊ എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത്? ഏതാണ്? റേഷ്യോ ഓഫ് ദ പെർസീവ്ഡ് ഓർ ആക്ച്വൽ മോർട്ടാലിറ്റി അല്ലെ? എന്താ പറയാ? ഓക്കെ, പെർസീവ്ഡ് ഓർ ആക്ച്വൽ, യഥാർത്ഥത്തില് നമുക്ക് സംഭവിക്കുന്ന, ICUയിൽ യഥാർത്ഥത്തില് സംഭവിക്കുന്ന മരണങ്ങള് അല്ലെ? ആൻഡ് ദ ആന്റിസിപ്പേറ്റഡ് മോർട്ടാലിറ്റി, അതായത് മരണം പ്രതീക്ഷിക്കുന്നില്ലേ? ചിലരെന്തായാലും മരിക്കും, ഇപ്പൊ വെന്റിലേറ്ററിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ മരിക്കും, അങ്ങനെയൊക്കെ ഉള്ളതില്ലേ? അങ്ങനെ മരണം പ്രതീക്ഷിക്കുന്നതോ ആയിട്ടുള്ള മരണങ്ങളുടെ ആ റേഷ്യോ ആണ് ഈ സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അതെങ്ങനെയാ? ഫോർ എ സ്പെസിഫിക് ടൈം പീരീഡ്, ഒരു പ്രത്യേക ടൈം പീരീഡിൽ, അതായത് നമ്മൾ ഇത്ര ടൈമില് അല്ലെങ്കിൽ ഇന്ന ദിവസം അല്ലെങ്കിൽ ഇത്ര ടൈമിനുള്ളില് അല്ലെ, അവിടെ യഥാർത്ഥത്തിൽ മരിക്കുന്നവരുടെയും പിന്നെ മരണം പ്രതീക്ഷിക്കുന്നവരുടെയും റേഷ്യോ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ആക്ച്വൽ ഡെത്ത് ഇൻ ICU, ICUയിൽ സംഭവിക്കുന്ന യഥാർത്ഥ മരണങ്ങള്, അതിനെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ പ്രെഡിക്റ്റഡ്. പ്രിഡിക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? ഡെത്ത് പ്രിഡിക്റ്റ് ചെയ്യുക, ഡെത്ത് മുൻകൂട്ടി പറയുക, അല്ലെങ്കിൽ മരിക്കുന്ന ഉറപ്പുണ്ടല്ലോ, അങ്ങനെയുള്ളത് പ്രിഡിക്റ്റ് ചെയ്ത ഡെത്തുകളുടെ എണ്ണം എവിടെയുള്ളത്? സെയിം ICUയിൽ തന്നെ. ICUയിൽ തന്നെയുള്ള പ്രിഡിക്റ്റ് ചെയ്ത ഡെത്തുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. കിട്ടിയ ഫോർമുല കിട്ടിയോ? ആക്ച്വൽ ഡെത്ത് ഇൻ ICU ഡിവൈഡഡ് ബൈ പ്രിഡിക്റ്റഡ് ഡെത്ത് ഇൻ ICU ഇൻറ്റു 100. ICUയിൽ യഥാർത്ഥത്തിൽ മരിക്കുന്ന അല്ലെങ്കിൽ മോർട്ടാലിറ്റി അല്ലെ, മരിക്കുന്ന മരണങ്ങള്, ആക്ച്വൽ ഡെത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ച മരണങ്ങള് ICUയിലെ, അതിനെ എന്തുകൊണ്ട് ചെയ്യണം? നമ്മൾ മരണം പ്രെഡിക്റ്റ് ചെയ്തിരിക്കില്ലേ, മുൻകൂട്ടി ഇങ്ങനെ പ്രവചിക്കൂലേ മരിക്കുമെന്ന്, അങ്ങനെയുള്ളവർക്കിടെ ICUയിലുള്ള മരണം പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള, ഡെത്ത് പ്രെഡിക്റ്റ് ചെയ്ത ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ അതില് 7ാമത്തെ പഠിക്കണം, 9ാമത്തെ പഠിക്കണം, 10ാമത്തെ പഠിക്കണം. 3 ഫോർമുലയും വേഗം ഒന്ന് നോക്കി. ക്ലിയർ ആണോ 3 ഫോർമുലാസ്? ഇനി 11ാമത്തെ നോക്കി,
റിട്ടേൺ ടു എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങി വരുന്ന ആളുകളുടെ പെർസെന്റേജ് അത് എപ്പോഴാന്ന് നോക്കിയേ 72 hours 72 മണിക്കൂറിനുള്ളിൽ, എപ്പോഴെങ്കിലും അല്ല, ആ ഒരു 72 മണിക്കൂറിനുള്ളിൽ നോക്കി എന്താണ് സിമിലർ പ്രസന്റിങ് കംപ്ലൈന്റ്സ്, അതായത് ഈ സിമിലർ ആയിട്ടുള്ള കംപ്ലൈന്റ്സുമായിട്ട് 72 മണിക്കൂറിനുള്ളിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങി വരുന്നവരുടെ പെർസെന്റേജ് കണ്ടോ. സമാന പരാതികളുമായിട്ട് എമർജൻസിയിലേക്ക് 72 മണിക്കൂറിനുള്ളിൽ കടന്നു വരുന്നവരുടെ പെർസെന്റേജ് എങ്ങനെയാണ് ഫോർമുല കാണുന്നത്? നമ്പർ ഓഫ് റിട്ടേൺ ടു എമർജൻസി വിത്തിൻ 72 hours അല്ലേ? ന്യൂമറേറ്റർ തന്നെയല്ലേ, ന്യൂമറേറ്റർ ക്വസ്റ്റ്യൻ തന്നെയല്ലേ? 72 hours സാമാന്യ പരാതികളുമായിട്ട് എമർജൻസിയിലേക്ക് മടങ്ങി വരുന്നവരുടെ എണ്ണത്തെ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് പേഷ്യന്റ് ഹു ഹാവ് കം ടു എമർജൻസീസ്, ആ എമർജൻസിയിൽ വന്ന മൊത്തം പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. number of patients who have come to emergencies. പേഷ്യൻസിന്റെ എണ്ണം എമർജൻസിയിലേക്ക് മടങ്ങി വരുന്ന മൊത്തത്തില് ആദ്യം നമ്മൾ പറഞ്ഞതല്ല 72 മണിക്കൂറിനുള്ളിൽ സമാന പരാതികളുമായിട്ട് എമർജൻസിയിലേക്ക് മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ എണ്ണത്തെ ആ എമർജൻസിയിൽ മൊത്തമുള്ള അല്ലെ എമർജൻസിയിൽ മൊത്തം വന്നിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. number of patients who have come to the emergency. കണ്ടോ, എമർജൻസിയിലേക്ക് വന്നിട്ടുള്ള മൊത്തം പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ക്ലിയർ അല്ലേ ഫോർമുല? നെക്സ്റ്റ് നോക്കിയേ 12th ആണ് കേട്ടോ. Incidence of hospital associated pressure ulcers after admission. ബെഡ് സ്കോർ പെർ 1000 പേഷ്യന്റ് ഡേ. ഇവിടെ 1000 ആണ് പറഞ്ഞത് കേട്ടോ, 1000 പേഷ്യന്റ് ഡേ പറഞ്ഞേക്കുന്നത്. നോക്കിയേ, പ്രഷർ അൾസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈസ് എ ലോക്കലൈസ്ഡ് ഇഞ്ചുറി, ഒരു ഇഞ്ചുറി ആണ്, ലോക്കലൈസ്ഡ് ഇഞ്ചുറി ടു ദ സ്കിൻ. എവിടെ സംഭവിക്കുന്ന? സ്കിന്നിനോ നമ്മുടെ ത്വക്കിനോ ശരീരത്തിനോ അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ കീഴിലുള്ള സ്കിന്നിന്റെ അടിയിലുള്ള ടിഷ്യൂസ് ഇല്ലേ അതിനൊക്കെയോ, അല്ലെങ്കിൽ നോർമലി ഓവർ എ ബോണി പ്രോമിനൻസ്, ബോണി നമുക്ക് ബോൺസിന്റെ അല്ലെങ്കിൽ അതിന്റെ അവരുടെ പ്രധാനമുള്ള ഭാഗത്ത് ആസ് എ റിസൾട്ട് ഓഫ് പ്രഷർ ഓർ പ്രഷർ in consolidation with the shear and or friction. shear എന്ന് പറഞ്ഞാൽ കത്രിക, കത്രികയ്ക്കാട്ടോ shear എന്ന് പറഞ്ഞ SHEAR, shear. എങ്ങനെയാണ്? or friction അല്ലെങ്കിൽ ഘർഷണം, കത്രിക കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രിക്ഷൻ മൂലമോ ഉണ്ടാകുന്ന സമ്മർദ്ദത്തിന്റെയോ പ്രഷറിന്റെയോ ഫലമായി നമ്മുടെ ചർമ്മത്തിന് സ്കിന്നിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സ്കിന്നിന്റെ അടിയിലുള്ള ടിഷ്യൂസ് അല്ലെ അതിന് ഉണ്ടാകുന്ന ഒരു പരിക്കാണ് പ്രഷർ അൾസർ എന്ന് പറയുന്നത്. ഈസ് എ ലോക്കലൈസ്ഡ് ഇഞ്ചുറി, ഒരു മുറിവാണ്. എവിടെ ഉണ്ടാകുന്നത്? സ്കിന്നിനോ അല്ലെങ്കിൽ സ്കിന്നിന്റെ അടിയിലുള്ള ടിഷ്യൂസിനോ ഉണ്ടാകുന്ന ഒരു മുറിവ്, ലോക്കലൈസ്ഡ് ഇഞ്ചുറി ആണ് പ്രഷർ അൾസർ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഡ്രസ് ചെയ്തു അല്ലെ, എന്തെങ്കിലും കത്രികയൊക്കെ നഴ്സുമാര് പെട്ടെന്ന് ചെയ്യുമ്പോൾ വല്ല കത്രികയൊക്കെ കൊണ്ട് സ്കിന്നിനൊക്കെ മുറിവ് വരാനോ അല്ലെ, അതെന്താ അവര് നല്ലൊരു സർവീസ് അല്ല തരുന്നത് അങ്ങനെ വരികയാണെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള അതിന്റെ പെർസെന്റേജ് എങ്ങനെയാണ്? നമ്പർ ഓഫ് പേഷ്യന്റ് ഹു ഡെവലപ്പ് ന്യൂ ഓർ വേഴ്സണിങ്, വേഴ്സണിങ് എന്ന് വെച്ചാൽ വഷളാകുക, ഓഫ് പ്രഷർ അൾസർ. കണ്ടോ, നമ്മൾ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള മുറിവുകൾ മൂലം എന്തെങ്കിലും സംഭവം വഷളാകുന്നത്, അങ്ങനെയുള്ള പേഷ്യൻസിന്റെ എണ്ണത്തെ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേ, മൊത്തത്തിലുള്ള ആ പേഷ്യന്റ് ഡേയും കൊണ്ട് അല്ലെ എത്ര പേഷ്യൻസ് ആ ഡേയിൽ വന്നു ആ പേഷ്യന്റ് ഡേയും കൊണ്ട് എന്ത് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ ഇവിടെ മൊത്തം പേഷ്യൻസിൽ എല്ലാവർക്കും ഇങ്ങനെയുള്ള സംഭവം റിപ്പോർട്ട് ചെയ്യണമെന്നില്ല അല്ലെ, ഇതാണ് ആകെ പേഷ്യന്റ് രോഗി ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 1000 പേഷ്യന്റ് എന്ന് തന്നേക്കണം, അതുകൊണ്ട് ഇൻറ്റു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആണോ? 12ാമത്തെ
ഇങ്ങനെ കത്രികയോ അല്ലെങ്കിൽ കർഷണോ മൂലോ ഒക്കെ ഉണ്ടാകുന്ന നമ്മുടെ സ്കിന്നിനോ അല്ലെങ്കിൽ സ്കിന്നിന്റെ അടിയിൽ ഉണ്ടാകുന്ന ടിഷ്യൂസ് അതിലുണ്ടാകുന്ന മുറിവാണ്, ലോക്കലൈസ്ഡ് ഇഞ്ചുറി ആണ് പ്രഷർ അൾസേഴ്സ് എന്ന് പറയുന്നത്. അല്ലെ? അതവിടെ എന്താ റിസൾട്ട് ഓഫ് പ്രഷർ ഓർ പ്രഷർ അൾസർ കൺസോൾട്ടേഷൻ ഷിയർ. അത് എന്തുകൊണ്ടാണ്? ഷിയർ അല്ലെങ്കിൽ ഫ്രിക്ഷൻ, കത്രികയോ അല്ലെങ്കിൽ കർഷണം മൂലോ ഉണ്ടാകുന്ന സംഭവം. അതിന്റെ ഫോർമുലയിൽ നോക്കിയേ, നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഡെവലപ്പ് ന്യൂ എന്നാണ് കേട്ടോ. പുതിയതായിട്ട് ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ പഴയത് എന്തെങ്കിലും വഷളാകുകയോ ചെറിയ മുറിവുണ്ടാകുന്നു അതിൽ സിസർ കൊണ്ട് വീണ്ടും അത് എന്താ വഷളാകുകയൊക്കെ ചെയ്യുമ്പോഴുള്ള പേഷ്യൻസിന്റെ എണ്ണം. നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഡെവലപ്പ് ന്യൂ, പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഓർ വേഴ്സണിംഗ് ഓഫ് പ്രഷർ അൾസേഴ്സ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഇൻറ്റു 1000 ആട്ടോ. എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ്, മൊത്തത്തിലുള്ള പേഷ്യന്റെ ആരോഗ്യ ദിവസങ്ങളുടെ എണ്ണം ഇൻറ്റു 1000 ചെയ്യുക. ഇനി 13ാമത്തെ നോക്കിയേ, കാത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്. കാത്തീറ്ററുമായി ബന്ധപ്പെട്ടുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ UTI, അതൊന്ന് നോട്ട് ചെയ്തോട്ടോ. UTIS എന്ന് പറഞ്ഞ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഇനി ചില ആളുകൾക്കൊക്കെ യൂറിൻ പോകാൻ കാത്തീറ്റർ ഇടാറില്ലേ? മൂത്രം പോകാനായിട്ട് മൂത്രം ആ ട്യൂബ് ഇടാറില്ലേ? അത് ചിലപ്പോ എന്താ പറയാ, കുറച്ച് നാളുകളൊക്കെ അടുപ്പിച്ച് ആ യൂറിൻ പോകാൻ ആ യൂറിനറി ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്താ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കാത്തീറ്ററുമായി ബന്ധപ്പെട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്തത് ഒരു മാസത്തില് കേട്ടോ, ഇന്ന മന്ത് കേട്ടോ, ഒരു മാസത്തില് അവിടെ എത്ര പേർക്ക് എന്ത് ചെയ്തു? യൂറിനറി കാത്തീറ്ററുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടായി, അല്ലെ? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായി. അതിലെ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് യൂറിനറി കാത്തീറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. അവിടെ മൊത്തത്തിൽ യൂറിനറി കാത്തീറ്റർ ഉപയോഗിച്ച ആളുകളില്ലേ? യൂറിനറി കാത്തീറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്, ആ മാസത്തില് സെയിം തന്നെയാട്ടോ. ആ ഒരു മാസത്തില് തന്നെ നമ്മുടെ യൂറിനറി കാത്തീറ്റർ ഉപയോഗിച്ചവരില് യൂറിനറി കാത്തീറ്റർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എത്ര പേർക്ക് ഉണ്ടായി എന്നുള്ളതിനെ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ മൊത്തത്തില് യൂറിനറി കാത്തീറ്റർ ഉപയോഗിച്ചിട്ടുള്ള ആ പേഷ്യൻസിന്റെ എണ്ണം അല്ലെങ്കിൽ യൂറിനറി കാത്തീറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് ഇൻറ്റു 1000. ക്ലിയർ ആണോ നോക്കിയ ഫോർമുല? ഓക്കെ ആണോ നോക്കുക കേട്ടോ. ഓക്കെ ആണോ? ന്യൂമറേറ്റർ നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയല്ലേ? നോക്കിയേ, ക്വസ്റ്റ്യൻ തന്നെയല്ലേ? വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് ഇൻറ്റു 1000. ഇനി നോക്കിയേ അടുത്തത്, സോറി, കാത്തീറ്റർ ഡേയ്സ് ആണ് കേട്ടോ. ഇനി അടുത്തത് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് ആണ്. വെന്റിലേറ്ററുമായി നമ്മൾ പഠിച്ചില്ലേ? വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഫസ്റ്റ് മൊഡ്യൂളിൽ 13ാമത്തെ ചാപ്റ്റർ പഠിച്ചില്ലേ? അപ്പൊ നമ്മൾ ദീർഘകാല വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ? അപ്പൊ അതിനകത്ത് പഠിച്ചില്ലേ? ന്യൂമോണിയ, അല്ലെ? വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ടുള്ള ന്യൂമോണിയ വരുന്ന ആളുകളുടെ പെർസെന്റേജ്. ഓക്കെ, നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത്. വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട് ന്യൂമോണിയ വരുന്ന ആളുകളുടെ എണ്ണത്തെ നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്, ആ ഒരു മാസത്തില് മൊത്തം വെന്റിലേറ്റർ ഡേയ്സ് എത്രയുണ്ട്, എത്ര വെന്റിലേറ്റർ ഉപയോഗിച്ചു, അത് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് ഇൻറ്റു 1000 ചെയ്യുക. ഇൻറ്റു 1000 ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഫോർമുല വന്ന ഫോർമുലയിൽ നോക്കാം കേട്ടോ. ഇതൊന്ന് ടിക്ക് വെച്ച് വെച്ചോ. ആ പേജില് 14ാമത്തെ പഠിക്കണം.
വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. എങ്ങനെയാണ്? നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത്. വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ന്യൂമോണിയ അതിന്റെ എണ്ണത്തെ എന്ത് ചെയ്യണം? അവിടെ മൊത്തത്തിലുള്ള വെന്റിലേറ്റർ ഡേയ്സ്, എത്ര പേർക്ക് മൊത്തത്തിൽ വെന്റിലേറ്റർ ഉപയോഗിച്ചു അല്ലെ, അതാണ് നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് ഇൻടു 1000. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ടിക്കറ്റ് വെച്ചത് ആരെങ്കിലും ഒരാള് മെസ്സേജ് ഇട് കേട്ടോ, എന്നാലാണ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഇനി സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ചോദിക്കാം, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്തു തരാം കേട്ടോ. ഇപ്പൊ ഫോർമുലാസ് മാത്രം നോക്കിയാൽ മതി, അതാണ് ഞാൻ വേഗം പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. സെൻട്രൽ ലൈനുമായി ബന്ധപ്പെട്ടുള്ള ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്, അതായത് നമുക്ക് ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വെയിനിലേക്ക് കുത്തിവെക്കൂലേ അല്ലേ, നേരിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കൂലേ, വെയിനിലേക്ക് നേരിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്, അതാണ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ അതിൽ കൂടെ ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലെ. സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്, അതായത് ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കാൻ വെയിനിലേക്ക് നമ്മൾ കുത്തൂലേ, അതാണ് വെയിനിലേക്ക് നേരിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് കുത്തിവെക്കുന്നത്. അപ്പൊ അങ്ങനെ ഇത് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ വരാറുണ്ടല്ലോ അല്ലെ, അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉള്ളത്. അപ്പൊ അങ്ങനെ റിപ്പോർട്ട് ചെയ്ത ഇൻഫെക്ഷൻസ് അതിന്റെ പെർസെന്റേജ് എങ്ങനെയാ? നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ഇൻ എ മന്ത് ഡിവൈഡഡ് ബൈ, ഉണ്ടോ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ് അവിടെ ന്യൂമറേറ്റർ കിടക്കുന്നത്. Number of central line associated bloodstream infection in a month divided by number of central line days in that month into 100. Number of central line days, എത്ര ആളുകൾക്ക് അവിടെ ആ ഒരു ഇത് ഇട്ടു അല്ലെ, അതായത് വെയിനിലേക്ക് ഇഞ്ചക്ഷൻ എടുത്തു, അതാണ് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് ഇൻടു എന്ത് ചെയ്യുക? 1000 ചെയ്യുക. ക്വസ്റ്റ്യൻ തന്നെയുണ്ട് ന്യൂമറേറ്റർ കേട്ടോ. ഇനി അടുത്ത് നോക്കിയ 16ാമത്തെ, ഇത് നോട്ട് ചെയ്തോ കേട്ടോ ആ പേജിൽ. അപ്പോൾ നമ്മള് 14ഉം 16ഉം പഠിക്കണം, 14ഉം 16ഉം പഠിക്കണം. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ നമ്മൾ പഠിച്ചില്ലേ, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ പഠിച്ചില്ലേ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ എടുക്കുന്ന എക്യുപ്മെന്റ്സ് വല്ല കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, മലിനമാണെങ്കിൽ അല്ലെ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വരാന്ന് പഠിച്ചില്ലേ അല്ലെ. അതുകൊണ്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ്സ് വേണം എടുക്കാനായിട്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് അതെങ്ങനെ കണ്ടുപിടിക്കുന്നേ? നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ മന്ത്, ആ ഒരു മാസം, ഇപ്പൊ ഒരു മാസം സർജറി ചെയ്തതില് എത്ര പേർക്ക് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടായി അല്ലെ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആ ഒരു മാസത്തില് എത്ര എണ്ണം ഉണ്ടായി എന്നുള്ളതിനെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത്, ആ ഒരു മാസത്തില് നടത്തിയ സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്താ പറഞ്ഞേക്കുന്നേ? നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത്, ആ ഒരു മാസം പെർഫോം ചെയ്തിട്ടുള്ള സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻടു 100 ചെയ്യുക. ഫോർമുല ഒന്ന് നോക്കിയേ, നമ്മുടെ ന്യൂമറേറ്റർ അല്ലേ നോക്കിയേ, ന്യൂമറേറ്റർ ഏതാണ്? ക്വസ്റ്റ്യൻ തന്നെയല്ലേ നോക്കിയേ. നമ്പർ ഓഫ് സർജറീസ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ മന്ത്, ആ ഒരു മാസത്തില്, ഒരു മാസമാണ് കേട്ടോ നോക്കുന്നത്, ഒരു മാസത്തിലെ കണക്കാണ്. അതായത് ആ ഒരു മാസത്തില് നമ്മള് എന്താ സർജറി ചെയ്തതില് എത്ര പേർക്ക് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്തു അല്ലെ, അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് സർജറീസ് പെർഫോം, അവിടെ മൊത്തത്തില് നടത്തിയ സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻടു 100 ചെയ്യുക. ക്ലിയർ ആണോ? ഇപ്പൊ ഒരു മാസം നമുക്കൊരു 500 സർജറി നടത്തി, അതിലൊരു 55 എണ്ണം നമുക്ക് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്തു. ഫോർമുല എങ്ങനെ എഴുതും? അശ്വതി എങ്ങനെ എഴുതും നമ്മള്?
ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ തന്നെ മെസ്സേജ് ചെയ്തു. എന്റെ 55 എണ്ണാണ് നമുക്ക് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വന്നത്. അതിൽ എത്ര പേരിലാണ് നമ്മൾ നോക്കിയത്? 500 പേരില്ല. അതായത് ആ ഒരു മാസം 500 സർജറിയാണ് നമ്മൾ നടത്തിയത്. അതിൽ 55 പേർക്ക് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്തു ആ ഒരു മാസം, അല്ലെ? അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ഇൻറ്റു ചെയ്യുക? 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ ആ പേജിൽ ഏതൊക്കെ നമ്മൾ പഠിക്കാം? 14ഉം 15ഉം പഠിക്കണം. സോറി, 14ഉം 16ഉം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു 14ഉം 16, 16, 14ഉം 16ഉം പഠിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ പേജിലെ? അതിനകത്ത് ആ 2 പഠിച്ചാൽ മതി നിങ്ങൾ. അതൊന്ന് ക്ലിയർ അല്ലേ ഇത്? നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഒന്നുകൂടി ഒന്ന് തറാക്കാം കേട്ടോ. ക്ലിയർ അല്ലേ ഇത് നോക്കാം കേട്ടോ. അത് രണ്ടും നമുക്ക് എന്താ പറയാ, നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് തന്നെയാണ് ന്യൂമറേറ്ററിലേക്ക് വന്നിരിക്കുന്നത്. ആ ന്യൂമറേറ്റർ തിരിച്ച് ഡിനോമിനേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? കുഴപ്പമുണ്ടോ? നമുക്ക് എഴുതാലോ, അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഇനി അടുത്തത് വരുന്നത് ഏതാണ്? സർജിക്കൽ സൈറ്റ് പഠിച്ചു, അല്ലെ? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ പഠിച്ചു. ഇനി അടുത്തതാണ് നോക്കിയേ, ഹാൻഡ് ഹൈജീൻ കംപ്ലൈന്റ് റേറ്റ്. ഹാൻഡ് ഹൈജീൻ പാലിക്കുന്ന ആളുകളുടെ പെർസെന്റേജ്. ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരെ, കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പാലിക്കുക. ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരുടെ പെർസെന്റേജ് നോക്കി എങ്ങനെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻ പെർഫോംഡ്. അവിടെ മൊത്തത്തില് അവിടെ പെർഫോം ചെയ്ത ഹാൻഡ് ഹൈജീൻ പ്രവർത്തനങ്ങളുടെ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പെർഫോംഡ്. അവിടെ മൊത്തം പെർഫോം ചെയ്തിട്ടുള്ള ഹാൻഡ് ഹൈജീൻ ആക്ഷൻസിന്റെ ടോട്ടൽ നമ്പർ. അതിന് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ്. അവിടെ ഹാൻഡ് ഹൈജീൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികൾ, അവസരങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, ഫോർമുല total number of hand hygiene action performed divided by total number of hand hygiene opportunities into 100. അവിടെ മൊത്തത്തിലുള്ള പെർഫോം ചെയ്തിട്ടുള്ള ഹാൻഡ് ഹൈജീൻ പ്രവർത്തനങ്ങളുടെ എണ്ണത്തെ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ്, ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. 17ാമത്തെ നോട്ട് ചെയ്തോട്ടോ. 17, 14, 16, 17. ഇനി നെക്സ്റ്റ് നോക്കി 18 ആണ് കേട്ടോ. പെർസെന്റേജ് ഓഫ് കേസസ് who received appropriate prophylactic antibiotics. Prophylactic എന്ന് പറഞ്ഞാൽ എന്താ? രോഗനിവാരണത്തിന് വേണ്ടി കഴിക്കുന്നത്, അല്ലെ? ആന്റിബയോട്ടിക്സ് എന്താണ്? ഒരു നിർദ്ദിഷ്ട സമയ പരിധിക്കുള്ളില് നമുക്ക് ഹാൻഡ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രിക്കോഷൻസും നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ പഠിച്ചില്ലേ നമ്മള്? ഇപ്പൊ നമ്മൾ ഓരോ എന്താ പറയാ, നമ്മള് ഇപ്പൊ നോസോകോമിയൽ ഇൻഫെക്ഷനിൽ നമ്മൾ പഠിച്ചില്ലേ? അവിടെ നമുക്ക് എന്താ, ആ നോസോകോമിയൽ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഒരെണ്ണം പറഞ്ഞു, ഹാൻഡ് ഹൈജീൻ, കൈ ശുചിത്വം പാലിക്കുക എന്നുള്ളത്, അല്ലെ? പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ആ പ്രോപ്പറായിട്ട് അങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഹാൻഡ് ഹൈജീൻ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് എത്ര ആളുകളുണ്ട്? അതാണ് അവിടെ പ്രോപ്പറായിട്ട് ആ ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ റൂൾസ് അനുസരിച്ച്. ഇപ്പൊ ഇത് ഹാൻഡ് ഹൈജീൻ എന്ന് പറഞ്ഞേക്കുന്നത് ഇത് നോസോകോമിയൽ ഇൻഫെക്ഷനെയൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ സ്റ്റാഫുകളാണെങ്കിലും എത്ര പേര് എന്താണ് അങ്ങനെ ആ സേഫ്റ്റി പ്രിക്കോഷൻസ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഒരു പേഷ്യന്റ് പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അത് പിടിക്കുന്നതിന് മുന്നും ശേഷവും നമ്മൾ കൈകൾ നന്നായിട്ട് കഴുകുക, അല്ലെങ്കിൽ നമ്മൾ ഗ്ലൗസ് ധരിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ പ്രോപ്പറായിട്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ എത്ര പേര്
പേരുണ്ട്? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഹാൻഡ് ഹൈജീൻ എന്നുള്ളത്. നോസോകോമിയൽ ഇൻഫെക്ഷനെയൊക്കെ നമുക്ക് തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര ആളുകള് അവിടെ പ്രോപ്പർ ആയിട്ടൊരു കൈയുടെ ശുചിത്വം പാലിക്കുന്നവര്, ആ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്, എത്ര പേരുണ്ട്? ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ്. അപ്പൊ എന്നിട്ട് നമുക്ക് അവിടെ അവസരങ്ങൾ ഉണ്ടാവും. അപ്പൊ എല്ലാവരും അതുപോലെ ചെയ്യണമെന്നില്ല. ഇനി ഒന്ന് രണ്ടെണ്ണം അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. നമുക്ക് അവിടെ എന്താ പറയാ, അവിടെ നമുക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ എല്ലാവരും അത് ചെയ്യണമെന്നില്ല. അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ എത്ര ആളുകള്, എത്ര ഹാൻഡ് ഹൈജീൻ പ്രോപ്പർ ആയിട്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ റൂൾസ് അനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് ആ നോസോകോമിയൽ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചതാണ്, പ്രിവെന്റീവ് മെത്തേഡുകളിലൊക്കെ പഠിച്ചതാണ്. അപ്പൊ പ്രോപ്പർ ആയിട്ട് കൈയുടെ വ്യക്തി ശുചിത്വം നിർവഹിക്കുന്ന, പാലിക്കുന്ന എത്ര ആളുകളുണ്ട്, അതിനെ നമ്മൾ എത്ര ഹാൻഡ് ഹൈജീൻ, ശുചിത്വം പാലിക്കാൻ അതിനുള്ള അവസരങ്ങളുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 100 ചെയ്യുക. ഇനി നോക്കി അടുത്തത് 18 ആ പറഞ്ഞത്, പെർസെന്റേജ് ഓഫ് കേസസ് ഹു റിസീവ്ഡ് അപ്രോപ്രിയേറ്റ് പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക്സ് within a specific time frame. പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക്സ് പറഞ്ഞാൽ രോഗനിവാരണത്തിന് വേണ്ടി നമ്മൾ കഴിക്കുന്നത്. നമ്മൾ ആന്റിബയോട്ടിക്സ് കഴിക്കാറുണ്ട് അല്ലേ? ഇപ്പൊ ഒരു 5 ദിവസത്തേക്ക് നമുക്ക് ഒരു ആന്റിബയോട്ടിക്സ് എഴുതും. നമ്മൾ 5 ദിവസം കറക്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കണം അല്ലെ? അത് രോഗനിവാരണത്തിന് വേണ്ടി നമ്മൾ കഴിക്കുന്നതാണ്. അതൊരു വ്യക്തിന്റെ സ്പെസിഫിക് ടൈം ഫ്രെയിം, ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ എത്ര പേര് ആ പ്രോപ്പർ ആയിട്ട് ആ രോഗനിവാരണത്തിന് അല്ലെങ്കിൽ പ്രൊഫൈലാറ്റിക്സ് ആന്റിബയോട്ടിക്സ് സ്വീകരിക്കുന്നുണ്ട്, അങ്ങനെയുള്ള എത്ര കേസുകൾ ഉണ്ട് കണ്ടോ? പെർസെന്റേജ് ഓഫ് കേസസ് ഹു റിസീവ് അപ്രോപ്രിയേറ്റ് പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക്സ് വിത്തിൻ എ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം, ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ എത്ര പേര് അനുയോജ്യമായിട്ടുള്ള പ്രൊഫൈലാറ്റിക്സ് ആന്റിബയോട്ടിക്സ് റിസീവ് ചെയ്യുന്നുണ്ട്. ഫോർമുല നോക്കിയേ, number of patients who did receive appropriate prophylactics antibiotics. അത് തന്നെയാണ് ക്വസ്റ്റ്യൻ, തന്നെയാണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. നോക്കിയേ, ഡിവൈഡഡ് ബൈ number of patients who underwent surgeries in the operation theatre. ഓപ്പറേഷൻ തിയേറ്ററിൽ അപ്പോൾ സർജറിക്ക് വിധേയരായിട്ടുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇപ്പൊ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മളൊരു 50 സർജറി ചെയ്തെങ്കിൽ അതിൽ ചിലപ്പോൾ 20 പേരായിരിക്കും ആ അനുയോജ്യമായിട്ടുള്ള ആ പ്രൊഫൈലാറ്റിക്സ് ആന്റിബയോട്ടിക്സ് റിസീവ് ചെയ്യുന്നവരും. എല്ലാവരും അങ്ങനെ കഴിക്കണമെന്നില്ല. അതാണ് അവിടെ മൊത്തത്തില് നമ്മളതാ പറഞ്ഞേ, ആ ഓപ്പറേഷൻ തിയേറ്ററിൽ മൊത്തത്തില് സർജറിക്ക് വിധേയരായിട്ടുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ക്ലിയർ ആണോ? നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ് അവിടെ ന്യൂമറേറ്റർ കിടക്കുന്നത് കേട്ടോ. ഡിനോമിനേറ്ററിലേക്ക് ഇട്ടാലും കൺഫ്യൂഷൻ ആവണ്ട, നേരെ അത് തന്നെ കിടക്കുന്നത്. ഇനി അടുത്തതാണ് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറി. നിങ്ങളും കേട്ടിട്ടില്ലേ? റീഷെഡ്യൂൾ ചെയ്യാന്ന് എന്താ? സർജറി മാറ്റിവെക്കും. അങ്ങനെ ഉള്ളതിന്റെ എത്ര ശതമാനം? ഒന്ന് ടിക്കിട്ടോ കേട്ടോ. 19 ടിക്കിട്ടോ, 17ഉം 19ഉം. 19% ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറി. റീഷെഡ്യൂൾ ചെയ്യുക അല്ലെ, സർജറി മാറ്റിവെക്കുക അല്ലെ, എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട്. അതെന്താ ഒരു നല്ലൊരു ഇതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? അല്ലെ, ചിലപ്പോ എന്തെങ്കിലും സർജറിക്ക് ഇപ്പൊ അനസ്തേഷ്യ ഡോക്ടർ ഉണ്ടാവില്ല, ചിലപ്പോ ഡോക്ടറിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇത് വന്നിട്ട് ചിലപ്പോ സർജറി മാറ്റി, ചിലപ്പോ നേരത്തെ ഫിക്സ് ചെയ്തിട്ടായിരിക്കും നമുക്ക്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഡോക്ടേഴ്സിന്റെ അവൈലബിൾ അല്ലാത്തത് കൊണ്ടോ അല്ലെ, അല്ലെങ്കിൽ സർജന് അന്ന് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു അർജന്റ് വരുവാണ്, അതുകൊണ്ടൊക്കെ അങ്ങനെ സർജറികൾ മാറ്റിവെക്കാം അല്ലെ. അപ്പൊ അങ്ങനെ ആ റീഷെഡ്യൂൾ ചെയ്തിട്ടുള്ള സർജറികളുടെ പെർസെന്റേജ് നോക്കി. റീഷെഡ്യൂൾ
rescheduling of surgeries consists of ഏതാ വരുന്നത് cancellation. ക്യാൻസൽ ആയത് ചില സർജറി ക്യാൻസൽ ആയി അല്ലെ. ചിലപ്പോ പേഷ്യൻസ് നമ്മൾ സർജറി ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ പേഷ്യൻസിന് ചിലപ്പോൾ ആ ട്രീറ്റ്മെന്റിന് അത്ര ഇത് ചിലപ്പോൾ അവർക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ പോലെ ചിലപ്പോൾ നമ്മുടെ സർജറി ഒക്കെ ഫിക്സ് ചെയ്തപ്പോഴായിരിക്കും നമ്മുടെ ബന്ധുക്കൾ പറയണത് ചിലപ്പോ അയ്യോ സർജറി ചെയ്യേണ്ടായിരുന്നു, നമുക്ക് ഇന്നൊരു സ്ഥലത്തൊരു ഡോക്ടർ ഉണ്ട്, അപ്പൊ ആ ഡോക്ടറെ ഒന്ന് വേണ്ടി പോയി കാണാം, അപ്പൊ നമുക്ക് സർജറി ചെയ്യാതെ മരുന്നിലൂടെ മാറ്റാന്ന് പറയുമ്പോ ചിലപ്പോ നമ്മൾ പറയും നമുക്ക് വേണ്ടാന്നുള്ളത് പറഞ്ഞ് ക്യാൻസൽ ചെയ്യാം അല്ലെ. ചിലപ്പോ സർജറിക്ക് ഒരു മാസം മുന്നൊക്കെ നാം ഫിക്സ് ചെയ്ത് വെക്കുമല്ലോ, ഇന്ന ഡേറ്റ് തരൂലേ നമുക്ക്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ട് നമ്മുടെ പേഷ്യന്റിന്റെ ഭാഗം കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോ ഹോസ്പിറ്റലിലെ ഭാഗം കൊണ്ടോ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ പോസ്റ്റ്പോൺമെന്റ് മാറ്റിവെക്കുകയോ ചെയ്യാണ്. മാറ്റിവെക്കുന്ന ഇപ്പൊ അരമണിക്കൂറോ 10 മിനിറ്റോ മാറ്റിവെച്ചോ എന്ന് വെച്ച് ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. ഏതാണ് ബിയോണ്ട് 4 hours 4 മണിക്കൂറിനപ്പുറം സർജറി മാറ്റിവെക്കുകയാണെങ്കിലോ ക്യാൻസൽ ചെയ്യുകയാണെങ്കിലോ അങ്ങനെയുള്ളതിന്റെ പെർസെന്റേജ് നോക്കിയേ എങ്ങനെയാണ്. നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾ ചെയ്ത കേസുകളുടെ എണ്ണത്തെ എന്ത് ചെയ്യണം, മൊത്തത്തില് അവിടെ പ്ലാൻ ചെയ്തിട്ടുള്ള ആസൂത്രണം ചെയ്തിട്ടുള്ള സർജറികൾ അല്ലെ, അല്ലെങ്കിൽ ആ കേസ് നമ്പർ ഓഫ് കേസസ് അല്ലെങ്കിൽ സർജറികൾ അവിടെ മൊത്തം ആസൂത്രണം ചെയ്തിട്ടുള്ള സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ക്ലിയർ ആണോ? അവിടെ റീഷെഡ്യൂൾ ചെയ്ത അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെട്ട സർജറികള് അതിന്റെ എണ്ണത്തെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചില്ലേ. ഇപ്പൊ ഒരു 10 സർജറി അവിടെ പറഞ്ഞു, ഇന്ന ദിവസത്തെ 10 സർജറി വെച്ചെങ്കിൽ അതിൽ ചിലപ്പോ 1-2 നമുക്ക് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അതിന്റെ പെർസെന്റേജ്. അപ്പൊ നോക്കി ഈ ഹോസ്പിറ്റലിൽ നമ്മുടെ എല്ലാ സർജറിയും കുറെ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, അതൊക്കെ ഒരു നെഗറ്റീവ്, നമുക്കൊരു അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റൂല അല്ലെ. അവരൊക്കെ പ്രോപ്പർ ആയിട്ട് ആ സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ലാബാണെങ്കിലും JCI ഒക്കെ ആണെങ്കിലും അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. അപ്പൊ അക്രഡിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യം. അപ്പൊ ഈ ഫോർമുലാസ് നോക്കിയിട്ട് എത്ര പെർസെന്റേജ് അവരത് ഫോളോ ചെയ്യുന്നുണ്ട് അത് നോക്കിയിട്ട് നമ്മൾ ഓരോന്നിനും സ്കോർ കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണം, അക്രഡിറ്റേഷൻ കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതിനാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകൾ നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ നോക്കുന്നത്. അപ്പൊ എല്ലാ സർജറി റീഷെഡ്യൂൾ ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് ആണ് അല്ലെ. ഹോസ്പിറ്റലിൽ നമ്മുടെ 2 കാര്യം, പേഷ്യന്റ് സേഫ്റ്റി, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, രണ്ടെണ്ണല്ലേ നമ്മൾ പറയുന്നത്. പേഷ്യന്റിന്റെ സുരക്ഷയും ക്വാളിറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ അത് രണ്ടിനും നമ്മൾ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് റീഷെഡ്യൂൾ ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ പെർസെന്റേജ് ആണ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു കേട്ടോ. നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ് ഇൻറ്റു 100. ഇനി അടുത്ത് നോക്കിയേ 20ാമത്തെ. അപ്പൊ 19ാമത്തെ നോട്ട് ചെയ്തോ കേട്ടോ. 17ഉം 19ഉം നോട്ട് ചെയ്തോ. ഇനി അവിടുത്തെ ടേൺ അറൗണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. ടേൺ അറൗണ്ട് ടൈം, ബ്ലഡോ അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസിന്റെയോ ടേൺ അറൗണ്ട് ടൈം. നോക്കി എന്താണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്? ദ ടൈം ടേക്കൺ ടു ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ ടൈം ദ റിക്വസ്റ്റ് ഈസ് റിസീവ്ഡ് ഇൻ ദ ബ്ലഡ് ബാങ്ക്. അതായത് ബ്ലഡ് ബാങ്കിൽ ഒരു റിക്വസ്റ്റ് ഇന്ന ബ്ലഡ് വേണം എന്ന് പറഞ്ഞ ആ റിക്വസ്റ്റ് സ്വീകരിച്ചത് മുതൽ എവിടെ വരിക? ദ ബ്ലഡ് ഈസ് ക്രോസ് മാച്ച്ഡ്, ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്ത് അല്ലെങ്കിൽ റിസർവ്ഡ് ആൻഡ് അവൈലബിൾ ഫോർ ട്രാൻസ്ഫ്യൂഷൻ. അവിടെ അപ്പൊ ആ റിക്വസ്റ്റ് ലഭിച്ചത് മുതൽ ആ ട്രാൻസ്ഫ്യൂഷന് അവൈലബിൾ ആക്കുന്നത് വരെ എടുക്കുന്ന ടൈമാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ബ്ലഡ് ബാങ്കിൽ ഒരു റിക്വസ്റ്റ് കൊടുത്തു, ആ റിക്വസ്റ്റ് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കത് ശരിയാക്കി തരണ്ടേ അല്ലെ, ട്രാൻസ്ഫ്യൂഷൻ അവൈലബിൾ ആക്കണ്ടേ. അപ്പൊ അതായത് ആ റിക്വസ്റ്റ് ബ്ലഡ് ബാങ്കിൽ നമ്മൾ റിക്വസ്റ്റ് സ്വീകരിച്ചത് മുതൽ ആ എവിടെ വരെ ടിൽ ദ ബ്ലഡ്, ആ ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്ത് അത് ട്രാൻസ്ഫ്യൂഷന് അവൈലബിൾ ആക്കുന്നത് വരെ എടുക്കുന്ന ടൈമാണ് ടേൺ അറൗണ്ട് ടൈം. നോക്കിയേ എന്താ ഫോർമുല? സം ഓഫ് ടൈം ടേക്കൺ. അവിടെ നമ്മൾ നോക്കിയേ സം ഓഫ് ടൈം ടേക്കൺ, അവിടെ ടൈം അല്ലേ, നമ്മൾ എടുത്ത ടൈമാണ് ഉണ്ടോ, നമ്മൾ എടുത്ത ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച് ഓർ റിസർവ്ഡ്. അവിടെ ഓർന്നാണ് കേട്ടോ അത്.
ക്രോസ് മാച്ച് ചെയ്ത അല്ലെങ്കിൽ റിസർവ് ചെയ്ത ബ്ലഡിന്റെയോ അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. Sum of time taken divided by total number of blood and blood components cross matched or reserved. 20 എണ്ണം ഇന്ന് നമ്മൾ പഠിച്ചു കേട്ടോ. എത്ര മുതൽ? അഞ്ചാമത്തെ മുതലല്ലേ 15 എണ്ണം നമ്മൾ ഇന്ന് നോക്കി. ഫോർമുലാസ് അതിൽ ഞാൻ ഒന്നുകൂടി പെട്ടെന്ന് പറയാം. എത്രയൊക്കെയാണ് നമുക്ക് നമ്പർ നമ്മൾ ടിക്കറ്റ് വെച്ചത്? അതിനകത്ത് 7 ഒന്ന് കറക്റ്റ് അല്ലേ എന്ന് നോക്കിയോ കേട്ടോ. 7, 9, 10, 14, 16, 17, 19. കറക്റ്റ് അല്ലേ? 17, 19. ഓക്കെ, അപ്പൊ അത്രയും 16 പറഞ്ഞു. 16 പറഞ്ഞു കേട്ടോ. 14, 16, 17, 19. ഇത്രയും ഫോർമുലാസ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. പ്രത്യേകിച്ച് പഠിക്കില്ല, നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിൽ ഉണ്ടല്ലോ. ഇനി 20 എണ്ണം നമ്മൾ ഇന്ന് നോക്കി, ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതിങ്ങനെ ഫോർമുല മാത്രമല്ലേ, വേറെ ഒന്നും നമുക്ക് അതവിടെ പറയാനില്ല. അതുകൊണ്ട് നമ്മൾ കുറേ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ബോറടിക്കും അല്ലെ. ഫോർമുല വായിക്കുന്നു, അതിന്റെ ഇത് നോക്കുന്നു. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.